അപ്പൊ ഇൻ കേസ് എന്നെ വല്ല ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്കൊന്ന് ഡിഫെൻഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഓടുക എന്നുള്ളതാണ്, നന്നായിട്ട് ഓടാൻ പഠിക്കുക, പിന്നെ അടി കൊള്ളാനായിട്ട് പഠിക്കുക. അടി കൊടുക്കാൻ മാത്രല്ല, കുറച്ച് നാളായിട്ട് 2 പഞ്ച് നമ്മളുടെ കുറച്ച് ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. എല്ലാ മീഡിയക്കാരും അല്ല കേട്ടോ, കുറച്ച് എത്തിക്സ് ഇല്ലാതെ വർക്ക് ചെയ്യണം കുറെ മീഡിയക്കാർ ഞാൻ കാണുന്നുണ്ട്. ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഇവർക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല, അതെല്ലാവരും ഒരു ഒത്തൊരുമയോടെ എടുക്കട്ടെ. ഇതുവരെ വന്നിട്ട് മോളിൽ നിന്നൊക്കെയുള്ള ഷോട്ട് ആൾക്കാരൊക്കെ അയച്ചു തരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഔട്ട് വരാന്നുള്ളത് അറിയാം. നമുക്കൊരു കംഫർട്ടബിൾ ആവണം, എല്ലാവർക്കും ജീവിക്കണ്ടേ, അവർക്ക് മാത്രമല്ല. ഐ ലവ് ടു ബി ഇൻ ലൈക്ക് ടു ദ നേച്ചർ. ആതിരപ്പള്ളി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വെറുതെ എന്നെ അവിടെ ഇങ്ങനെ വിട്ടാലും മതി. ഐ ബി ലൈക്ക് ഐ ക്യാൻ ഹീൽ. നേച്ചറാണ് എനിക്ക് തോന്നണേ എല്ലാവരുടെയും ഹീലർന്ന് എനിക്ക് തോന്നാറുണ്ട്. ഫോർ മീ, കൊച്ചിലെ തൊട്ട് ഞാൻ ഒറ്റ കുട്ടിയാണ്, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ജോലിക്കൊക്കെ ചെറുതിലെ പോകുന്ന ടൈമിലും ഞാൻ എന്നോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ശരിക്കുള്ള ലോകം തോന്നിയിട്ടുണ്ടോ? നമ്മളെ പാസ്റ്റ് ലൈഫ് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പാസ്റ്റ് ലൈഫ് ഉണ്ട്, പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കേദാർനാഥ് പോകുമ്പം ഞങ്ങള് 22 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോകണം. നമ്മളവിടെ കണ്ടു കുറെ ആൾക്കാർ ഇതൊക്കെ എടുത്തിട്ട് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, അവരൊക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. അപ്പൊ നമ്മളൊക്കെ പടയെന്നെത്തി, ഈ പറഞ്ഞവർ ഇങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങളൊക്കെ അവിടെ ചെന്ന് പിറ്റേ ദിവസമൊക്കെയാണ് ഇവരൊക്കെ അവിടെ എത്തിയത്. ഫോർ മീ, ഇഫ് യു വോണ്ട് ടു ബി ഇൻ യുവർ പ്രസൻസ് ആൻഡ് ബി ഇൻ യുവർ മൊമെന്റ്, യു ഷുഡ് ബി aware. ഡിഗ്രി കഴിഞ്ഞ് ഒരു ഉഗ്രൻ IT കരിയറിനായി ലൂമിനാർ ടെക്നോ ലാബ്. സംഗീതം, അഭിനയം, നൃത്തം, മാർഷൽ ആർട്ട്, ഇതിനകത്ത് എല്ലാം സൂപ്പർ ഗുഡ് ആയിട്ടുള്ള ഒരാളാണ് ഋതുമന്ത്ര. പക്ഷെ നമ്മൾ ഈ കണ്ടതിനും കേട്ടതിനും അപ്പുറം പല പല കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ അറിയണമെങ്കിൽ ഗോദയിലേക്ക് കയറിയാലേ പറ്റുള്ളൂ കേട്ടോ. ആഞ്ജനേയ സ്വാമി, സ്വന്തം റിസ്ക് കയറുക കേട്ടോ, ഇതാണ് ഡിസ്ക്ലൈമർ. നല്ല ഇടിയ ഋതു. സോറി, കോൺസെൻട്രേഷൻ തെറ്റിക്കാനായിട്ട് വന്നോളൂ. ഹായ് ചൈതന്യ. ഹായ് ഋതു. കുറച്ചു നേരം എനിക്കൊന്ന് ആശാന് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. ഞാൻ ചോദിക്കാൻ വരുന്നു, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? നിന്നോളൂ. ഇടി കൊള്ളാനായിട്ട് ഞാൻ വന്നതുപോലെ ഉണ്ട്. ഹലോ. യെസ്, എങ്ങനെയാണ് ഞങ്ങൾ റിങ്ങില് ഞങ്ങള് ആൾക്കാർ എക്സാക്ട്ലി. ഫൈൻ ഫൈൻ ഫൈൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഞാൻ എങ്ങനെ ഈ തോന്നക്കൽ പഞ്ചായത്തിൽ അരി വെറുക്കാൻ വേണ്ടിട്ട് വന്നതാ. പഠിക്കാൻ വന്നായിരിക്കും. പഠിക്കണമെന്നുണ്ട്, ആക്ച്വലി ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഈ സംഭവത്തെ പറ്റിട്ട് അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ കേട്ടു ഋതു എല്ലാത്തിലും ഭയങ്കര സൂപ്പർ ഗുഡ് ആണല്ലോ. എങ്ങനെയുണ്ട്? നേരത്തെ ഒരു പപ്സിനും ഒരു നാരങ്ങ വെള്ളത്തിനുള്ള പരിപാടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചു ഋതുവിന്റെ അടുത്ത് മറ്റേ ദക്ഷിണയൊക്കെ കൊടുത്ത് ഇങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരാഴ്ച പഠിപ്പിക്കാം അല്ലേ? എന്തെങ്കിലും പഠിക്കാനാണ്. എനിക്ക് നമ്മളിപ്പോ കൊച്ചിയിലാണല്ലോ, അപ്പൊ നമ്മള് കൊച്ചിയിലെ നൈറ്റ് ലൈഫ് കുറച്ച് എത്ര സേഫ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻ കേസ് എന്നെ വല്ല ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്കൊന്ന് ഡിഫെൻഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഓടുക എന്നുള്ളതാണ്, നന്നായിട്ട് ഓടാൻ പഠിക്കുക. ഏത് സ്ഥലത്ത് വരുമ്പോ കളരിയിൽ പോയാലും ക്രൗമഗിൽ പോയാലും ഒക്കെ ആദ്യം പഠിപ്പിക്കുക നമ്മൾ ഏറ്റവും സ്പീഡിൽ സ്പിൻ ചെയ്യാൻ പറ്റാന്നുള്ളത്. കാരണം നമ്മളിപ്പോ ഒരു 5 പേര് ഒരുമിച്ച് ഇടിക്കാൻ വന്നാൽ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്ത് നിൽക്കാൻ അത്രയും പറ്റില്ല. അപ്പൊ നമ്മൾ ഓടാൻ പഠിക്കുക, പിന്നെ അടി കൊള്ളാനായിട്ട് പഠിക്കുക. അടി കൊടുക്കാൻ മാത്രല്ല, കൊള്ളാനും കൂടി ഉള്ളതാണ്. ഞാനിത് അടി കൊള്ളാൻ പഠിക്കാൻ വന്നതാണോ? സ്ഥലം മാറിപ്പോയോ? ഇല്ല, അടി കൊള്ളണം. അതിപ്പോ ഞാനും ആദ്യം ഇടോ ക്രൗമഗയിൽ പോയപ്പോ ഞാനും സാർ ആദ്യം പറഞ്ഞത് അടി കൊള്ളാൻ. നമുക്കിത് 2-3 അടിയും ഇടിയൊക്കെ നമുക്ക് കിട്ടണം. എനിക്കിട്ട് കൊള്ളുമെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ല, അപ്പൊ ഞാൻ ഇടിക്കില്ല, ഐ ഹാവ് ദാറ്റ്. അപ്പൊ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇത്രേ ഉള്ളൂ ഇടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ കുറച്ച് വേദനയൊക്കെ എടുക്കാം. ഇപ്പൊ ഞാൻ പഠിപ്പിക്കാം. ലൈക്ക് ഇപ്പൊ നമ്മള് നൈഫായിട്ട് ഒരാള് അറ്റാക്ക് ചെയ്യാൻ വരാണ് ചൈതന്യന്, എങ്ങനെ? അതെ, കത്തി ഊരി പുറപ്പെടാം. ഓക്കെ, നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യും, എന്നെ അറ്റാക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്യും. വേദനിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ ആ ബ്ലോക്കിൽ തന്നെ നമ്മൾ നോസിൽ ഒരു പഞ്ച് കൊടുക്കും. അപ്പൊ എത്ര മറ്റേ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആളെ മൂക്കിന് ഇട്ട് കിട്ടിയാൽ നമ്മളൊന്ന് പതറില്ല. ആ സമയത്ത് നമ്മൾ ഷോൾഡർ പിടിക്കുക, നീ കൊടുക്കുക, ദെങ്കും. അത്രേ ഉള്ളൂ. ഇതില് തന്നെ നമുക്ക് നമ്മൾ അവരെ കത്തി നമുക്ക് ഡിസാം ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ഓടി രക്ഷപ്പെടുക. അവർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഓടുക. ഇങ്ങോട്ട് വരും. എനിക്ക് പക്ഷെ ഇത് ഋതുവിന്റെ അടുത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. കാരണം ഋതുവിന് ഇത് റിഫ്ലക്സ് ഉണ്ടാവുമല്ലോ. ഇവിടെ ക്യാമറമാൻമാരിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഉള്ള മാത്രല്ല പല മീഡിയ ആൾക്കാരെയും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഞാൻ വന്ന് കേറുമ്പോ ഋതു വൻ പഞ്ചാണ്, ടപ്പടപ്പടപെടാന്ന് പറഞ്ഞ ആശാനെയൊക്കെ നിലംപരിശാക്കുന്ന രീതിയിൽ പഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഈ പഞ്ചൊക്കെ ആർക്കുള്ളതാണ് ഋതു? ശരിക്കും പറഞ്ഞ എനിക്ക് കുറച്ച് നാളായിട്ട് 2 പഞ്ച് നമ്മളുടെ കുറച്ച് ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. എല്ലാ മീഡിയക്കാരും അല്ല കേട്ടോ, കുറച്ച് എത്തിക്സ് ഇല്ലാതെ വർക്ക് ചെയ്യണം കുറെ മീഡിയക്കാർ ഞാൻ കാണുന്നുണ്ട്. നമ്മളിപ്പോ ഏതെങ്കിലും ഒക്കെ ഒരു ഇവന്റിന് പോയിട്ടുണ്ടെങ്കിൽ
ഇവരൊരു തള്ളിക്കയറ്റുണ്ട് ഈ ഫോണും കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എടുക്കാം. അതെനിക്ക് തോന്നണത് അത് ഇനി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പഞ്ച് നമുക്ക് അവർക്ക് കൊടുക്കാം. ആസ് എ ഗേൾ ഐ ആം ആസ്കിങ് യു, കൊടുക്കാം അല്ലേ? കൊടുക്കാം. അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റീവ് ആയിട്ട് തോന്നാറുണ്ട്. നമ്മളെ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഇവർക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല, അതെല്ലാവരും ഒരു ഒത്തൊരുമയോടെ എടുക്കട്ടെ. ഇത് ഇവർ വന്നിട്ട് മോളിൽ നിന്നൊക്കെയുള്ള ഷോട്ട്, കാരണം നമ്മളിത് ആൾക്കാരൊക്കെ അയച്ചു തരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഔട്ട് വരാന്നുള്ളത് അറിയാം. ഇവരുടെ ആംഗിൾ ഭയങ്കര മോശമാണ്. പിന്നെ ഒരു എത്തിക്സും ഇല്ലാതെ ഇവരുടെ വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോ വേറെ കുറെ സാധനങ്ങൾ, ഇതിനൊക്കെ ഒരു 3-4 മില്യൺ വ്യൂസ് ആണ് പോണത്. എനിക്ക് തോന്നുന്നു മറ്റേ ഫോൺ അതെ ഫോൺ എടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതെനിക്കറിയില്ല ചാനൽ എന്താ പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ്. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ജസ്റ്റ് മെൻഷൻ ദെയർ നെയിം ബിക്കോസ് ദേ ഷുഡ് ബി ബിറ്റ് മോർ കെയർഫുൾ. കാരണം എന്താ വെച്ചാൽ ഞാനത് ചെയ്തത് അവിടെ നിന്ന് ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ട് എന്റെ ഫേസ് നോക്കണു, അതേ ക്യാമറ നമ്മളപ്പോ ഓഫ് ഒന്നും ചെയ്യില്ല, വെറുതെ നമ്മൾ ഇങ്ങനെ നിന്നു. ചേട്ടൻ പറഞ്ഞു ഋതു ഇങ്ങനെ ഒന്ന് നിൽക്കും, ഒരു ഫോട്ടോ എടുക്കാം. ആ ചെയ്തതിനാണ് ഇവരുടെ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റേ റൗണ്ട് ഒക്കെ ഇട്ട്, അതെനിക്ക് അന്നൊരാഴ്ച ഇത് മാത്രമാണ് ആൾക്കാർ എനിക്ക് സെൻഡ് ചെയ്തോണ്ടിരിക്കണേ. സോ ഞാനും പഠിച്ചത് ജേർണലിസവും പിന്നെ ഫിലിം സ്റ്റഡീസും ആയിരുന്നു എന്റെ സബ്ജക്ട്. നമുക്ക് പത്രധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ അതിൽ പഠിപ്പിക്കും. ഇവിടെ ഒരു എത്തിക്സും ഇല്ല, പത്ര അധർമ്മം എന്ന് എനിക്ക് പറയാം. സോ നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കും അല്ലേ? നമ്മളെ ഒരു നമുക്കൊരു കംഫർട്ടബിൾ ആവണം. എല്ലാവർക്കും ജീവിക്കണ്ടേ, അവർക്ക് മാത്രമല്ല. അങ്ങനെ അപ്പൊ ഈ പഞ്ച് നമുക്ക് അവർക്ക് കൊടുക്കാം. ഓൺലൈൻ മീഡിയക്കുള്ളത് നടന്നത് എനിക്ക് നോട്ട് ഓൾ കേട്ടോ, എല്ലാവർക്കും അല്ല, സ്പെസിഫിക്കലി ഒരു പേര് കുറച്ച് 1-2 പേർക്കുള്ളതാണ്. ഒരാൾക്കെന്ന് ഞാൻ പറയാം. പക്ഷെ എത്രയോ നല്ല മീഡിയക്കാരുണ്ട്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ അവരെടുത്ത് അത് കൊള്ളില്ല, അവർ കാണിച്ചു തരും, നമ്മളത് ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ അവരത് പോസ്റ്റ് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അപ്പം നോട്ട് എവ്രി വൺ ബട്ട് ഫോർ സർട്ടൻ പീപ്പിൾ. ഓക്കെ, അപ്പൊ ഈ ക്രൗമക നെക്സ്റ്റ് ടൈം എന്റെ മുന്നിൽ വരുമ്പോ ഇങ്ങനെ വരണവർക്കുള്ളതാണ് ആ പഞ്ച്. ഇതൊരു ബിവെയർ ഓഫ് സെറ്റ് ആക്കി വെക്കാം. അതെ അതെ, ഇതൊരു എന്താ പറയുക, ഇത് എല്ലാവരുടെയും കാതുകളിലേക്ക് എത്തട്ടെ. ഇനിയെങ്കിലും ആംഗിൾ ഒന്ന് മാറ്റി പിടിക്കുക, അല്ലെങ്കിൽ കിട്ടും. അതെ, ഒരു സോഷ്യൽ മറ്റെന്താ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒരു 1 arm ഡിസ്റ്റൻസിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യൂ. കഴിഞ്ഞൊരു ദിവസം ഈ പറഞ്ഞതുപോലെ ഞാൻ ആ ഒരു ഇവന്റിന് പോയിട്ട് ലാസ്റ്റ് എന്റെ ബാഗും എന്റെ കുപ്പിയും ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഒരാളുടെ അവസ്ഥയൊന്നും ആലോചിക്കും. എന്നിട്ട് പറയണം അയാളുടെ അടുത്ത്, നിങ്ങളൊന്ന് ബാക്കിലേക്ക് നിൽക്കിച്ചേട്ടെ, എന്തിനാ ഇങ്ങനെ കയറി വരണേ. അപ്പൊ ആ ഒരു അവസ്ഥ ഒരാളെ കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇത് എല്ലാ മീഡിയക്കാരോടും കൂടെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങളൊന്ന് കെയർഫുൾ ആവുക, അല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. ഇനിയെങ്കിലും പ്രതികരിക്കും. അതാണ് ഞങ്ങൾ ലക്ഷം പിന്നാലെ ഒരാൾ ഇടിച്ചു തുടങ്ങിയ മുഴുവൻ ഇടിയോട്ടിടി. ഓക്കെ, ഇടി കിട്ടുന്നുണ്ടെങ്കിൽ ആംഗിൾ മാറ്റാന്നല്ല, ഇങ്ങനെ വരുന്നത് മാറ്റാം. ഞാൻ ഇങ്ങനെ പിടിക്കണത്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. യു ഓൾസോ ഫീൽ ലൈക്ക് നമുക്കൊരു കംഫർട്ട് ഇല്ല, ആരെടുത്താലും ഋതുവിനൊപ്പം റിയാക്ട് ചെയ്തൂടെ? ഇപ്പം പല ആൾക്കാരും റിയാക്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ കുറച്ച് ബാക്കിലേക്ക് നിൽക്ക്, അപ്പൊ അവര് കേട്ടു. ഇവർക്ക് അറിയൂ ക്രൗമകയില് നാഷണൽ ചാമ്പ്യൻ തോന്നല്ല, കുറച്ച് പേർക്ക് അറിയില്ല. മെഡലൊക്കെ ഇട്ടിട്ട് നാളെ തൊട്ട് മെഡലൊക്കെ ഇട്ടിട്ട് ഇറങ്ങേണ്ടി വരും, ഐഡി ഇട്ടിട്ടേക്ക് മാറിക്കോ എന്നുള്ള. അതെ. ആക്ച്വലി നമ്മളിപ്പോ ഇവിടെ ചെയ്തോണ്ടിരുന്നത് കിക്ക് ബോക്സിംഗ് ആണ് അല്ലെ? എന്തിനകത്തൊക്കെ ഉണ്ട് പ്രാവീണ്യം? കാരണം ഏത് കലയിലാണെങ്കിൽ ഏത് മേഖലയിലാണ് കൈതൊടാത്തത്? എല്ലാ പരിപാടിയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം വെരി പാഷനേറ്റ് അബൌട്ട് മൈ ലൈഫ്. ഓക്കെ, ഒരു ദിവസം ഇറ്റ്സ് ലൈക്ക് ഫോർ മീ 1 day at a time ആണ്. അപ്പം എനിക്ക് ഈ ഒരു ലൈഫിൽ എനിക്ക് എല്ലാം ചെയ്യണം. എനിക്ക് പാട്ട് പാടണം, എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, അഭിനയിക്കണം, പെർഫോമൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, ഡാൻസ് അത് ചെയ്യണം, അതുപോലെ കിക്ക് ബോക്സിങ്, ക്രൗ മഗ. നമുക്ക് ഈ ഒരു ലൈഫേ ഉള്ളൂ അല്ലേ? അപ്പം നമ്മൾ നെക്സ്റ്റ് ലൈഫിൽ ഞാൻ അത് ചെയ്യാം, അതല്ല. ലൈക്ക് ഈ ലൈഫിൽ ഫോർ മീ ഐ ഫീൽ ലൈക്ക് ഇപ്പം ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തന്നെ ഇറ്റ്സ് ലൈക്ക് ഷോ, ഞാൻ ഒരു ദിവസം വേസ്റ്റ് ചെയ്തല്ലോ. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും നമ്മൾ എന്തെങ്കിലും നമ്മൾ പഠിച്ചില്ല എന്നൊക്കെ ഉള്ള ഒരു തോട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. ഇപ്പം ക്രൗമക കുറച്ച് നാൾ ചെയ്തു, അപ്പൊ ഞാൻ വിചാരിച്ചു കിക്ക് ബോക്സിംഗ് ചെയ്ത് നോക്കാം, കുറച്ച് പഞ്ചസും കുറച്ച് സ്ട്രൈക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ഹിയർ കോംബാറ്റ് ഫിറ്റ്നസ്സിൽ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് ഋതുമന്ത്രയുടെ ഇങ്ങനെയുള്ള കിക്ക് ബോക്സിങ് അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള പല കാര്യങ്ങളെ പറ്റി ഇപ്പൊ കുറച്ചൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ അപ്പുറം പല കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് നടന്നിട്ട് എവിടെയെങ്കിലും സംസാരിക്കാം. മാറ്റി വെക്കാം. യെസ് ഋതു, അങ്ങനെ നമ്മള് നേരത്തെ ഋതുവിന്റെ കായിക അഭ്യാസങ്ങൾ ഞാനും പഠിച്ചു. കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ്. ക്ഷീണമുണ്ടോ? തളർച്ച?
തളർച്ചയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് മൂവ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈ വൈബ്രേഷണൽ ആവുക ചെയ്യുക. നമ്മൾ കുറച്ചും കൂടെ ഹൈ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ഈ പറഞ്ഞതുപോലെ വിശപ്പിന്റെ ഒരു ചെറിയ വിളി, അത്രേ ഉള്ളൂ. എനർജി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കുണ്ട് ആ ഒരു വിശപ്പിന്റെ വിളി. ഈ ശരിക്കും ജിമ്മിലേക്കൊക്കെ വരുമ്പോഴേ ഈ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ചിലര് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ രീതിയിൽ വരും, ചിലർക്ക് ഇത് ഭയങ്കര തെറപ്പിയാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത് ഏത് തരത്തിലാണ് ജിമ്മിലേക്ക് എടുത്തു വരുന്നത് ശരിക്കും? ഫോർ മീ ഫിറ്റ്നസ് ഉണ്ട്. തെറാപ്പി എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ അധികം എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കൂടുതൽ ചെയ്യും അല്ലെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രീത്ത് ഇസ് ദ ആങ്കർ എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ബ്രീത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, വി ആർ ഇൻ ദ പ്രസന്റ്. നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മാസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. വി ആർ ലിവിങ് ഇൻ ദ പ്രസന്റ്. നമ്മളുടെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് വിച്ച് ഇസ് ഹാപ്പനിങ് അറൌണ്ട്, നമ്മളിപ്പോ ഒരു കാറ്റൊക്കെ വന്നാലും നമ്മൾ അതിനെ ഫീൽ ചെയ്ത് വി ക്യാൻ ഡു ഇറ്റ് അല്ലെ. അപ്പൊ ആ ഒരു ബ്രീത്തിൽ തന്നെ നമ്മളുടെ ആ ഒരു തെറാപ്പി ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടണ്ട. പക്ഷെ എനിക്ക് ജിം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ലെറ്റ്സ് ഡു ഇറ്റ്. ഇറ്റ്സ് എന്താ പറയാ, ഒരു മൂവിങ് ആണല്ലോ. നമ്മളെ ബോഡി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ, എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്നുമല്ല. ഐ ലവ് ടു ഡു ഇറ്റ്. അതുകൊണ്ട് ഞാൻ വരുന്നതാണ്. ഇതിനു വേണ്ടി വരുന്നു അതിനു വേണ്ടി വരുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഐ ലവ് ടു ബി ഇൻ എന്താ പറയാ ഗുഡ് ഷേപ്പ്. ആൻഡ് കുറച്ച് നമ്മുടെ വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിനും നമ്മൾക്ക് കിട്ടുന്ന ഒരു ഓവറോൾ ഡിഫറെന്റ് എനർജി എംബ്രേസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ തെറപ്പി എന്തായിരിക്കും ശരിക്കും ഋതുവിനെ സംബന്ധിച്ച്? തെറപ്പി എന്ന് പറഞ്ഞാൽ ഐ ലവ് to be in, like, you know, to the nature. I'm a very nature person, like, you know, going to the mountain, അതുപോലെ ഫോറസ്റ്റ്. അപ്പൊ എൻ്റെ ഒരു തെറാപ്പി എന്ന് പറഞ്ഞാല് ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ടു ബി ഓൺ എർത്ത്, ഇപ്പം ആതിരപ്പള്ളി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വെറുതെ എന്നെ അവിടെ ഇങ്ങനെ വിട്ടാലും മതി. ഐ ബി ലൈക്ക് അവിടെ നിന്ന് ആ ഒരു ഓക്സിജനും ഒക്കെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ഐ ക്യാൻ ഹീൽ. നേച്ചറാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ഹീലറിന് എനിക്ക് തോന്നാറുണ്ട്. ഫോർ മീ വാട്ടർ ഇസ് ഓൾസോ ഒരു ഹീലർ എലമെന്റ് ആണ്. ഹീൽ ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് വാട്ടർ ഓൾസോ. ബട്ട് ദെൻ നേച്ചറിന്റെ ആ ഒരു എല്ലാ എലമെന്റ്സ് ഉണ്ടല്ലോ. നമ്മൾ പോയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞി കാടൊക്കെ നോക്കിയത് അതിൽ കുറേ ജീവികളും. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ആർ ലിവിങ് വിത്ത് അസ് അല്ലേ. ഇതൊരു എന്താ പറയാ, നമ്മളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീവ് ആൻഡ് ടേക്ക് പോലെ. വി ആർ ഗിവിംഗ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വി ആർ ടേക്കിംഗ് ദ ഓക്സിജൻ ഫ്രം ദ ട്രീസ്. സോ എ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. അപ്പൊ എൻ്റെ ഒരു തെറാപ്പി ആണ് ജസ്റ്റ് ലൈക്ക് ഗോ ആൻഡ് സിറ്റ് അണ്ടർ എ ട്രീ, റീഡ്, മെഡിറ്റേറ്റ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, കുറച്ച് പ്രാണായാമം ഒക്കെ ചെയ്താൽ ഐ ആം ഗെറ്റിംഗ് ഗൂസ് ബംപ്സ്. ഇപ്പൊ തന്നെ വെറുതെ ഇങ്ങനെ ഇതെടുത്താൽ തന്നെ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഗൂസ് ബംപ്സ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ബീയിങ് വിത്ത് നേച്ചർ. ദാറ്റ്സ് മൈ തെറാപ്പി. മെഡിറ്റേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം പറയുമ്പോൾ തന്നെ എനിക്ക് ഈ ഒന്നാമത് പേരിൽ തന്നെ ഋതുമന്ത്ര എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു വൈബ്രേഷൻ, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരാള് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോ എനിക്കിങ്ങനെ ഇരുന്നിട്ട് തത്വമസി മറ്റേ അല്ലെ ഇതൊക്കെ വരുന്നുണ്ട്. ഓം അല്ലെങ്കിൽ നമ്മള് പറയല്ലേ ലോക സമസ്ത സുഖിനോ ഭവന്തു ഒക്കെ ഇങ്ങനെ വരും. സ്പിരിച്വലി ഭയങ്കര അലൈൻഡ് ആയിട്ടുള്ള ഒരാളാണോ? എല്ലാവരും സ്പിരിച്വൽ ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സ്പിരിച്വലി അലൈവ് എന്നുള്ള വാക്കാണ് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം. നോട്ട് അലൈൻഡ്. നമ്മൾ അലൈവ്, നമ്മൾ എല്ലാവരും സ്പിരിച്വൽ ആണ്. ബിക്കോസ് നമ്മൾ ഏതൊരു കാര്യത്തിലും ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് പാട്ട് പാടുന്ന ആൾക്കാർ അതിൽ ഭയങ്കരമായിട്ട് നമ്മൾ ആ മൊമെന്റിൽ നമ്മളെ ബോഡി, സോൾ ആൻഡ് നമ്മളുടെ എന്താ പറയാ മൈൻഡ്, ഇതിന്റെ ആ ഒരു യൂണിറ്റി, അത് യുണൈറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ പറയാ മെഡിറ്റേഷൻ എന്ന് പറയാ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സ്പിരിച്വൽ ആണ്, കാരണം നമ്മൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ മോർ അലൈവ് ഇൻ ഇറ്റ്, അത് യെസ് ഐ ആം. അതെനിക്ക് പറയാൻ പറ്റും. ഐ ആം അലൈൻഡ് ഇൻ ദാറ്റ് സോൺ. അത് ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻഡ്. ചെറുതിലെ തൊട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ ചന്ദ്രനെ നോക്കി സംസാരിക്കുക, ചെടികളോട് സംസാരിക്കുക. ബിക്കോസ് കൊച്ചിലെ തൊട്ട് ഞാൻ ഒറ്റ കുട്ടിയാണ്. എൻ്റെ വീട്ടില് വേറെ സിബ്ലിങ്സ് ഇല്ല. അപ്പൊ ഞാൻ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ജോലിക്കൊക്കെ ചെറുതിലെ പോകുന്ന ടൈമിലും ഞാൻ എന്നോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ തന്നെ ഐ ന്യൂ ദാറ്റ് some other side of me is there.
അങ്ങനെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് വന്നൊരു ടൈമാണ് ഞാൻ കേദാർനാഥിലേക്ക് എത്തിപ്പെടുകയും അത് ശരിക്കും എന്നെ ആ ഒരു എനർജി ഫ്രം ഹിമാലയാസ് ഇങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോയ പോലെ ഒരു ജേർണി ആയിരുന്നു. Seriously? ഇറ്റ് വാസ് എ സർറിയൽ ജേർണി. അത് എനിക്ക് വേറെ ആർക്കും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ബിക്കോസ് ദാറ്റ് വാസ് മൈ പാത്ത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ടും ഇതിലേക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ഒരു സേ ഉണ്ട്, ഫസ്റ്റ് യു ലൂസ് ദ ഗ്രിപ്പ്, ദെൻ യു ഫ്ലിപ്പ്, ദെൻ യു ഫോൾ ഇൻ ടു ദ മാസ്റ്റർ പീസ്. അങ്ങനെ ഒരു മാസ്റ്റർ പീസിലേക്ക് ഫോളോ ചെയ്ത പോലെയാണ് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പം ആ ഒരു സ്പിരിച്വൽ വൈബ്രേഷനിലേക്ക് എത്തിയത്. മന്ത്ര എന്നുള്ള പേര് പോലെ തന്നെ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഒരു എനർജി, പോസിറ്റീവ് എനർജിയുടെ മന്ത്രങ്ങൾക്കിടയിൽ മെഡിറ്റേഷനും ഒക്കെ ഉണ്ട് രാവിലെ എഴുതിച്ചിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു വേറൊരു ലോകത്തിലേക്ക് ചെന്ന് എത്തപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പം ആ ലോകം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട്? ശരിക്കും ഭയങ്കരമാണ്. ശരിക്കും ആ ലോകം, ഞാൻ പറയും ആൾക്കാരുടെ അടുത്ത്, നിങ്ങൾ അമേരിക്കയിൽ പോകും, നിങ്ങൾ കാനഡയിൽ പോകും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലായിടത്തും പോകും, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഹിമാലയൻ മൗണ്ടെയിൻസ് കണ്ടിരിക്കണം. അത് ആ ഒരു മൗണ്ടെയിൻസിന്റെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട്, ഒരു സ്പിരിച്വൽ അലൈവ്നെസ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് മെഡിറ്റേഷൻ സോണിലേക്ക് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ ഇരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേക്കണു, അപ്പുറത്തു നിന്നുള്ള ആൾക്കാരുടെ എനർജി വരും, അടുത്ത വീട്ടിലെ ചേട്ടന്റെ ഇന്നലത്തെ ടെൻഷന്റെ എനർജി വരും, കുറേ കാര്യങ്ങൾ നമ്മളുടെ നമ്മുടെ സറൗണ്ടിങ്സിലെ എനർജി ലൈക്ക് അത്രയും എവിഡന്റ് ആണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ചിലപ്പം മെഡിറ്റേഷൻ ഒക്കെ രാവിലെ ഇരുന്നാലും നമുക്ക് ആ ഒരു മൊമെന്റിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് രാവിലെ 4:30 എഴുന്നേറ്റ് മെഡിറ്റേഷൻ വേണമെന്ന് പറയുന്നതും അതൊരു ബ്രഹ്മമുഹൂർത്തമാകുന്നതും. കാരണം എന്താ വെച്ചാൽ അപ്പം നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള നമ്മളുടെ ഓക്സിജന്റെ എനർജി ലെവലും അതിന്റെ കണ്ടന്റും അത് പൊല്യൂട്ടഡ് അല്ല. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റുക. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ആ ഒരു ഹിമാലയം ഇങ്ങനെ നോക്കി നിൽക്കും കേദാർനാഥിലേക്ക്. അപ്പം ആ മൗണ്ടൻ നമ്മൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊടൈക്കനാലായാലും മൂന്നാറൊക്കെ ആയാലും നമ്മൾ പോകുമ്പം ദ മൗണ്ടൻ ഇസ് ഡൗൺ, നമുക്കിത് കാണാൻ പറ്റാണ്. നമ്മൾ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെക്ക് ചെയ്ത് കയറിയാലും നമ്മൾ ഇങ്ങനെ നോക്കണം ആ മൗണ്ടനെ. അതിനൊരു എൻഡില്ല. ഒരു ഇങ്ങനെ വാനില ഐസ്ക്രീം നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ച പോലെ ഒരു മൗണ്ടൻ, ദാറ്റ് മൗണ്ടൻ വിൽ ലുക്ക് അറ്റ് യു ലൈക്ക് എന്താ വന്നേ, അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് വരണം, കാണണം, എന്നിട്ട് തിരിച്ചു പോകണം. യു ഫീൽ ലൈക്ക് പ്രകൃതിയാണ് ദൈവം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ ഒരു ഹിമാലയൻ മൗണ്ടൻസ് കണ്ടപ്പോൾ. ബിക്കോസ് nothing in our control. A lot of illusion is happening around you and you are just like ഇതൊക്കെ ഇങ്ങനെ വിറ്റ്നസ് ചെയ്ത് നിൽക്കണ ഒരു കുട്ടീനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ നിന്നുള്ള ഒരു തിരിച്ചു വരവ്. പിന്നെ കാശിയിൽ ഞാൻ എത്തിപ്പെട്ടു, ആ വാരണാസി, അവിടെ പോയിട്ട് അവിടുത്തെ ഘാട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ദ വേ ദേ ആർ സെലിബ്രേറ്റിംഗ് ദ ഡെത്ത് എന്ന് അവർ പറയില്ല, ഇറ്റ്സ് യു ആർ ഗോയിങ് ടു അനദർ യൂണിവേഴ്സ്, ദർ ഇസ് നോ ഡെത്ത്. നമ്മൾ ഇവിടെ വന്നു, ഈ ഒരു എർത്ത് സ്കൂളിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കണം, വി ആർ ഇവോൾവിംഗ് ആൻഡ് വി ആർ ഗോയിങ് ടു അനദർ യൂണിവേഴ്സ്. അപ്പം അതുകൊണ്ടാണ് അവർ ഡെത്തിനെ സെലിബ്രേറ്റ് ചെയ്യുക. ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് എനിവേർ, യു ആർ നോട്ട് ഡൈയിങ്, യു ആർ ജസ്റ്റ് ലീവിംഗ് ദിസ് ബോഡി, വേറൊരു ലോകത്തിൽ, യു ആർ ടേക്കിംഗ് ദാറ്റ് അവതാർ അഗെയിൻ. അപ്പോ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മൗണ്ടെയിനിൽ പോയി, ആ ഹിമാലയത്തിൽ പോയി, അവിടുത്തെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് മൗണ്ടെയിൻസ് കാണാം. ഒന്ന് ഫുൾ മഞ്ഞുള്ളത്, പിന്നെ കുറെ ഡ്രൈ, പിന്നെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഈ വാൾപേപ്പേഴ്സിലൊക്കെ കണ്ട പോലെ, റെഡ്, യെല്ലോ, പച്ച, ഇതിന്റെ കളർഫുൾ ആയിട്ടുള്ള വേറൊരു മൗണ്ടെയിൻസ്. ആസ് എ മാജിക്കൽ ലാൻഡ്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വിചാരിക്കും നമ്മൾ എന്താ ഇവിടെ ചെയ്യണേ, വാട്ട് ആർ വി ഡൂയിങ് ഹിയർ, വി ഷുഡ് ട്രാവൽ ആൻഡ് വി ഷുഡ് എക്സ്പ്ലോർ. ലൈക്ക് ബോബ് മാർലി പറഞ്ഞ പോലെ, ഐ എം എ ട്രാവലർ, ഇഫ് ട്രാവലിംഗ് വാസ് ഫ്രീ ദെൻ യു വിൽ നെവർ സീ മീ അഗെയിൻ എന്ന് ബോബ് മാർലി. സത്യം, ഞാൻ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ചൈതന്യനെ ഞാൻ മറ്റേ മെക്സിക്കോയിലേക്ക്, ഹേയ് ചൈതു റോക്ക്, ഞാൻ പുറത്തേക്ക് പോവാണ് ഇനി അടുത്ത 10 വർഷം ബൈ. സോ ഐ എം എ സോൾ ലൈക്ക് ദാറ്റ്. സോ ഐ ലവ് ട്രാവലിംഗ്. അപ്പം അതിന്റെ കൂടെയുള്ള ഈ ഒരു ഗ്രോത്തും പാത്തും അതുപോലെ തന്നെ പർപ്പസ്, വി ഓൾ ഷുഡ് ലിവ് വിത്ത് എ പർപ്പസ് അല്ലേ. അപ്പം embracing all that. നേരത്തെ ഋതു പറഞ്ഞതിൽ ഞാനൊരു പോയിന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ലൈക്ക് പ്രകൃതിയാണ് ദൈവം എന്നൊരു സാധനം പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ദൈവം എന്നുള്ളതിനെ പറ്റിയിട്ട് ഭയങ്കരമായ ചർച്ചകൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കാൻ. ആൾക്കാരൊക്കെ പറയുന്നു ദിസ് ഇസ് കലിയുഗം ആൻഡ് കൽക്കി ഈസ് കമ്മിങ്, വരാനിരിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ആൻഡ് ഇപ്പോഴും പലരും പല രീതിയിൽ ചോദിക്കുന്നു വാട്ട് ഈസ് ദൈവം, എവിടെയാണ് ദൈവം? കണ്ടിട്ടുണ്ടോ ഈ ദൈവം എന്ന് പറഞ്ഞ ഒരാളെ എപ്പോഴെങ്കിലും ഈ യാത്രകളിൽ? എനിക്ക് തോന്നുന്നു ഗാർഡിയൻ ഏഞ്ചൽസിനെ നമുക്ക് കാണാൻ പറ്റും ഓരോ ഫോമിലൂടെ, ഓരോ ആൾക്കാരിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്നത്
ആസ് വി സേ ഇറ്റ്സ് അഹം ബ്രഹ്മാസ്മി എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു, ഞാൻ തന്നെയാണ് പല സമയത്തും എൻ്റെ ഡോക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ലെവൽ ഐ ഫീൽ ലൈക്ക് ഞാൻ തന്നെയാണ് എൻ്റെ ദൈവം. ബിക്കോസ് ബൈബിളിലും അല്ലെങ്കിൽ ഭഗവത്ഗീതയിലും ഒക്കെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ചൈതന്യമാണ് നിന്റെ ഉള്ളിലുള്ളത്. സോ യു ആർ ദ ഗോഡ്. അതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും നോക്കേണ്ടി വന്നിട്ടില്ല. ലൈക്ക് വി സീ ഇറ്റ് ലൈക്ക് യു നോ വെൻ യു സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ഗോഡ് യു വിൽ start finding yourself. When you start finding yourself, you will find God. അങ്ങനെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് പാരലലി ഞാൻ അല്ലാതെ ഇങ്ങനെ ഒരാൾ വന്നു ദൈവമായിട്ട് വന്നു അങ്ങനെയല്ല. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ത്രൂ എനർജി, ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ലൈക്ക് that divine intuition in you, that is the God. Some power, the universal power, no, endo or that energy is guiding you always. It's all, sometimes when you look back you will think like it's all written. So eniki thonuna something is leading you for the other step like I can call that as God. അതല്ലാതെ എനിക്ക് വേറെ അറിയില്ല. And I believe in it very much. നമ്മുടെ ഈ ചുറ്റും കാണുന്ന പല കാര്യങ്ങളും ഇത് ദൈവം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞവരുണ്ട്, ഇത് മനുഷ്യരുണ്ടാക്കിയതാണ് എന്ന് പറയുന്നവരുണ്ട്, ദൈവവും മനുഷ്യരും അല്ലാത്ത യുഎഫ്ഒയിൽ നിന്നുള്ള പലരും ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് യുവർ ബിലീഫ്? ഈ ഒരു പ്രകൃതി Yeah. obviously it's made by that energy of God. Just imagine you are talking to me, I am talking to you. നമ്മളെ ഹാർട്ടൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, നമ്മൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുന്നില്ല. യു ആർ സ്ലീപ്പിംഗ്, അഗെയിൻ ഇറ്റ്സ് ബീറ്റിംഗ്. നമ്മൾ ഫുഡ് കഴിക്കണു, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ് എ ഹ്യൂമൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കണ്ടോ? നമ്മൾ ബ്രീത്ത് ചെയ്യണു. ആൻഡ് ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇത് ചിലവർ പറയും ഇത് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയതല്ല. ഐ എം ലൈക്ക് ഇതിന് പിന്നിലുള്ള ഒരു എനർജി ആൻഡ് ശക്തി ദാറ്റ് ഇസ് ലൈക്ക് സർറിയൽ. ലൈക്ക് പ്രകൃതി, നമ്മള്, പ്രാവ്, കൂട്, അത് ഇത് എവറിത്തിങ്. നമ്മൾ കുറച്ച് സമയം നേച്ചറിൽ ഇറങ്ങിയ നമ്മൾ ശരി നമ്മൾ മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഒരു കുഞ്ഞൊരു ചെറിയൊരു കാട് കണ്ടിട്ടുണ്ട്. ഒരു കാട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു കിളി ഉണ്ടാവും, അപ്പുറത്ത് കുറെ ഉറുമ്പുണ്ടാവും. ഈ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പം മരങ്ങള് അവര് എന്താ പറയാ, നമ്മള് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണ്, ദേ ആർ ഗിവിങ് അസ് ദ ഓക്സിജൻ. ഇറ്റ്സ് ഓൾ ഹാപ്പനിങ്. അത് നമ്മളാരെങ്കിലും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് ബൈ ഇറ്റ്സ് ഓൺ. സോ ദാറ്റ് ഇസ് മെയ്ഡ് ബൈ ഗോഡ് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യും, ഒരു അമ്മയിലേക്ക് ഒരു കുഞ്ഞിന്റെ ആത്മാവിനെ ഇടുന്നു, അത് അവിടെ നിന്നിട്ട് അത് ജനിക്കുന്നു. ഇറ്റ്സ് ഓൾ എ മാജിക്കൽ ക്രിയേഷൻ വിച്ച് ഇസ് ഹാപ്പനിങ്. ഒരു ഇല്യൂഷണറി വേൾഡിലാണ് ഉള്ളത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഇതെല്ലാം ശരിക്കുള്ള ലോകം തോന്നിയിട്ടുണ്ടോ? ഇതും ശരിക്കുമുള്ള ലോകമാണ്, പക്ഷെ ഇതിനപ്പുറത്തേക്കും കുറെ ലോകങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമ്മളുടെ റിയാലിറ്റിയാണ് നമ്മളുടെ റിയാലിറ്റി, അല്ലേ? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നതാകെ 1% ഓഫ് എന്തോ ഉള്ളൂ നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നത്. ബാക്കി 99% നമുക്ക് കാണാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ എന്റെ റിയാലിറ്റി നമ്മൾ ശരിക്കും പറയാറുണ്ട്, ലൈക്ക് മൈ റിയാലിറ്റി ഈസ് മൈ ഓൺ റിയാലിറ്റി. ചിലപ്പോൾ ഞാൻ കാണുന്ന ഒരു ഗ്രീൻ കളർ ആയിരിക്കില്ല ചൈതന്യ കാണാം. ചൈതന്യയുടെ ഒരു ഗ്രീൻ ചിലപ്പോൾ വേറെ സ്ലൈറ്റ് കൂടുതലായിരിക്കും, കുറവായിരിക്കാം. സോ എന്റെ റിയാലിറ്റിയിൽ ഫോർ മീ റൈറ്റ് നോ റൈറ്റ് ഹിയർ ദിസ് ഇസ് ദ റിയാലിറ്റി. ഐ ഡോണ്ട് നോ അബൌട്ട് ഫ്യൂച്ചർ ഓർ ഫർദർ. കുറെ ഡയമെൻഷൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അറ്റ് എ ടൈമിൽ സെയിം ഡയമെൻഷനിൽ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരെ പറ്റിയിട്ടും നമുക്കറിയാം. പക്ഷെ ഇപ്പൊ ഞാനുണ്ട്, ഇടയ്ക്ക് ഒരു 5th ഡിമെൻഷനിൽ പോവാം, ഇടയ്ക്ക് 3rd ഡിമെൻഷനിൽ വരാം. എനിക്ക് ഋതുവിനോട് സംസാരിക്കാൻ പെട്ടെന്ന് ലെനേനെ ഓർമ്മ വരുന്നുണ്ട്. ആക്ച്വലി ലെന ഒരു ടൈമിൽ ഇതിനെയൊക്കെ പറ്റി സംസാരിച്ചിരുന്ന സമയത്ത് അന്ന് കുറെ പേര് കളിയാക്കി. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, ഇല്ല, ലെന പറയുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇതാവണം ശരിക്കുള്ള റിയാലിറ്റി എന്ന്, ഇതായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ പഴയ ജന്മമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്നു, 63 years old അവര് മരിച്ചു പോയിരുന്നു എന്നൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചിന്തകളെയും കാര്യങ്ങളെയൊക്കെ ഋതു എങ്ങനെയാ ശരിക്കും കാണുന്നത്? ശരിക്കും അത് ഉണ്ടല്ലോ, നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞിട്ട് ഏതൊരു സിനിമയിൽ ഒക്കെ പറയുന്നുണ്ട്. നമ്മള് പാസ്റ്റ് ലൈഫ് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പാസ്റ്റ് ലൈഫ് ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർക്ക് മാത്രമേ പാസ്റ്റ് ലൈഫ് ഉള്ളൂ. അവര് ഈ ലോകത്തിൽ വന്നിട്ട് ഇപ്പം ഒരു സോള് ഒരു 300 വർഷമായിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പം ഈ ലോകത്തിൽ വന്ന് പോയി അവരുടെ കർമ്മയൊക്കെ സോൾവ് ചെയ്യാൻ വരുന്ന സോൾസ് ഉണ്ട്. ചില സോൾസ് ഭയങ്കര ന്യൂ ആയിരിക്കും ടു എർത്ത്. അപ്പൊ അവർക്ക് പാസ്റ്റ് ലൈഫ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഓൾഡ് സോൾ, അതാണ് നമ്മൾ ഈ ഓൾഡ് സോൾ എന്ന് പറയണേ. ഈ ഓൾഡ് സോൾസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചില സ്ഥലത്ത് പോയാല്, ചില കാര്യങ്ങൾ കണ്ടാല്, ദേ ഫീൽ
ഇത് അവരെവിടെയോ കണ്ടിട്ടുണ്ട്, ദേജാവു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞതുപോലെ കളരി, ഈ മാർഷൽ ആർട്സ് കാണുമ്പോൾ ഐ എം നോട്ട് ന്യൂ ടു ദിസ്, ഐ ന്യൂ ദിസ് സംവെയർ എൽസ്. ഈ മെഡിറ്റേഷൻ ആൻഡ് ഈ ഒരു സ്പിരിച്വൽ അലൈവ്നെസ് ഇറ്റ്സ് നോട്ട് സംതിങ് ന്യൂ ഫോർ മീ. എന്റെ 7ാം അറിവിൽ ബോധിധർമ്മന്റെ ഓർമ്മ വന്നതുപോലെ എന്തോ ഒരു സംഭവം ഞാൻ എവിടെയോ ഈ പറഞ്ഞതുപോലെ വല്ല ബുദ്ധ മോങ്ക് ആയിരുന്നിരിക്കാം ഏതൊക്കെയോ ജന്മത്തില്. അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ ശരിക്കും പണ്ടത്തെ ജന്മത്തിൽ എനിക്ക് മാർഷൽ ആർട്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇതിനോടുള്ള ഒരു അട്രാക്ഷൻ വരില്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സം ബാരിയർ ആയിരുന്നിരിക്കാം കഴിഞ്ഞ ജന്മത്തിൽ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ എത്തിപ്പെടുന്ന ചില സ്ഥലങ്ങൾ, ഈ സ്ഥലം കാണുമ്പോൾ എനിക്കറിയാം ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ആസ് ഐ സെഡ്, ദിസ് സോൾസ് വിൽ ബി ന്യൂ ടു ദ എർത്ത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല. അതാണ് ഇപ്പൊ ലെന ചേച്ചി പറഞ്ഞപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ടാവുക, ലെന ചേച്ചി കുറേ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സോൾ ആയിരിക്കാം. സോ ഫോർ ഹെർ ഇറ്റ്സ് ഓൾ റിയാലിറ്റി. പക്ഷെ ചിലപ്പോൾ ചൈതന്യക്ക് അത് കേൾക്കുമ്പോ ഇവരെന്താ പറയണ, ഇവർക്ക് വേറെ. എല്ലാവർക്കും ലൈഫ് ഒരുപോലെയല്ല. അവരുടെ ലൈഫും ചൈതന്യയുടെ പർപ്പസും അല്ല എന്റെ പർപ്പസ്. നമുക്കൊക്കെ ഡിഫറെന്റ് പർപ്പസ് ആയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേറൊരാൾ പറയുമ്പോൾ അത് മണ്ടത്തരായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഹെർ റിയാലിറ്റി ആൻഡ് ദാറ്റ് ഈസ് ഹെർ ട്രൂത്ത്. ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സോള് ഇപ്പൊ നമ്മൾ ഈ വാരണാസി പോലുള്ള സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഇതിന്റെ ആധികാരികമായ വശത്തെ പറ്റിയിട്ട് അറിയില്ല, പക്ഷെ ചില ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സോള് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്, അതുവഴി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇത് ഒരു ഇൻഫിനിറ്റി ഒക്കെ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ലെവലിലേക്ക് പോകുന്ന ആളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഡ്രഗ്സ് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എനിക്ക് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് വെൻ യു ടേക്ക് ഓൾ ദ സബ്സ്റ്റൻസ് ദാറ്റ് വിൽ ലോ യുവർ വൈബ്രേഷൻ. അത് നമ്മൾ ഹയർ വൈബ്രേഷനിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. ചൈതന്യ ഒരു ദിവസം ഒരു വൈൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ഡിസീസ് ഉണ്ടാവും. ചൈതന്യയുടെ ഒരു ഫുൾ പവറിൽ ചൈതന്യക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല ദ നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂനോ അല്ലെ വാട്ട് എവർ ഇഫ് യു ഡ്രിങ്ക് ഓർ ഐ ഡോണ്ട് നോ അബൌട്ട്. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ബീയിങ് അലൈവ് എന്ന് പറഞ്ഞാല് ഈച്ച് മൊമെന്റ് യു ആർ മാസ്റ്ററിംഗ് എന്നാണ്. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ നമ്മളെ ശത്രു. നമ്മളെ മനസ്സിനെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ ഓവർകം ചെയ്യേണ്ടത്. വേറെ ആരെയും അല്ല, വേറെ ഒന്നിനെയും അല്ല. മനസ്സിങ്ങനെ പറയും അതങ്ങനെയല്ല ഇതിങ്ങനെയല്ല. അപ്പൊ നമ്മള് മനസ്സിനെ കോമ്പീറ്റ് നമ്മൾ സ്റ്റാർട്ട് അത് നടക്കില്ല എന്ന് ഫസ്റ്റ് മനസ്സാണ് നമ്മളെ അടുത്ത് പറയാം. സോ ആ മനസ്സിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ബീയിങ് ഇൻ ദ മൊമെന്റ്. ആ ഒരു മൊമെന്റിൽ ലൈവ് ആയിട്ടിരിക്കുക. നമ്മൾ ഈ ചിന്തകളിലേക്ക് പോവാണ്ടിരിക്കുക. നമ്മൾ മോശം നമ്മളിങ്ങനെ ചിന്തിച്ചാണ് എല്ലാവരും ജീവിക്കുക അല്ലെ. ഈ ചിന്തകളിലാണ് നമ്മൾ ജീവിക്കണേ. കട്ട് ടു ദാറ്റ് ആൻഡ് ബി ഇൻ യുവർ ഹാർട്ട് ആൻഡ് ബി ഇൻ യുവർ മൈൻഡ്. അപ്പം ഞാൻ സബ്ജക്റ്റ് ഒന്ന് വ്യതിചലിച്ചു പോയി, വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. ലൈക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ്. അതുകൊണ്ട് എക്സാക്ട്ലി. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അത് എത്രമാത്രം ട്രൂത്ത് ഉണ്ട് എന്നുള്ളത്. കാരണം ഇപ്പൊ ഞാൻ കേദാർനാഥ് പോകുമ്പം ഞങ്ങള് 22 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോകണം. അപ്പം അവിടെയൊക്കെ എന്ന് വെച്ചാല് ഈ സ്മോക്കിംഗ് അപ്പ് എന്നൊക്കെ ഉള്ളത് ഭയങ്കരമായിട്ടും ലീഗൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബാങ്കൊക്കെ പോലത്തെ. അപ്പം നമ്മളവിടെ കണ്ടു കുറെ ആൾക്കാർ ഇതൊക്കെ എടുത്തിട്ട് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ പോവാണ്, ഇറങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ ചോദിച്ചാൽ ഇവരെങ്ങനെയാണ് ഇത് നടന്നെത്താൻ പറ്റില്ല 22 കിലോമീറ്റർ, ഹൗ ക്യാൻ യു ഡു ഇറ്റ്? അപ്പൊ നമ്മളൊക്കെ പടയെന്നെത്തി ഈ പറഞ്ഞവർ ഇങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങളൊക്കെ അവിടെ ചെന്ന് പിറ്റേ ദിവസമൊക്കെയാണ് ഇവരൊക്കെ അവിടെ എത്തിയത്. സോ എനിക്ക് അതറിയില്ല. അത് ചിലവർക്ക് അത് ഓക്കെ ആയിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ട്രൂത്ത്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. ഫോർ മീ, if you want to be in your presence and be in your moment, you should be aware. ആ ഒരു അവയർനെസ് തരുന്നത് നമ്മളെ ബോധ്യമാണ്. ആ ബോധ്യത്തിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മരണത്തിലാണ് സോള് നമ്മളെ വിട്ടിട്ട് പോവുക എന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ സോള് പോവുകയും പിന്നെ ചിലത് വരികയും ചിലത് വരാതിരിക്കുകയും ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ സോൾ പോവുക എന്ന് പറയുന്നത് സമാധി. അത് ഏറ്റവും വലിയ ഋഷിമാരൊക്കെ അത്രയും നാള് ഹിമാലയത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി തപസ് ചെയ്ത്, അതൊരു തപസ്യാണ്. അവർക്ക് മാത്രമേ അവരുടെ ഹാർട്ട് ബീറ്റ് പതുക്കെ 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 കൊണ്ടുവരികയും അവരുടെ ആവശ്യാനുസരണം അവർക്ക് ഈ ലോകത്തിൽ നിന്നുള്ള ലൈഫ് അവരുടെ പർപ്പസ് കഴിഞ്ഞു എന്നുള്ളപ്പോൾ അവർക്കേ വിട്ടു പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കറിയില്ല സാധാരണ നോർമലി ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് എനിക്കറിയില്ല. പിന്നെ തിരിച്ച് വരാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. സി, നമ്മളെ വിട്ടിട്ട് പോകുന്നില്ല സോൾ. വി ആർ ലീവിങ് ദിസ് ബോഡി.
നമ്മൾ എപ്പോഴും ആ സോൾ തന്നെയാണ്. ഈ സംസാരിക്കുന്നതും ഒക്കെ ദാറ്റ് ആത്മാവാണ് അല്ലെ. ഐ എം ജസ്റ്റ് യൂസിങ് മൈ ബോഡി ആസ് എ ടൂൾ. ആക്ച്വലി മൈ സോൾ ഇസ് ടോക്കിംഗ് ടു യു. അല്ലേ അല്ലേ ആണല്ലേ ആണ് Yes or no? അല്ലേ? ഐ എം ജസ്റ്റ് യൂസിങ് ദിസ് ബോഡി ആസ് മൈ ടൂൾ. അത്രേ ഉള്ളൂ. സോ നമ്മൾ എവിടെയും പോകുന്നില്ല. Like in the sense this body we are leaving it here, this purpose is over. ചൈതന്യയുടെ ഈ ഒരു അവതാര ചൈതന്യം ഇവിടെ വിട്ടിട്ട് ചൈതന്യ is going. That's എവിടെ? what. That you need to experience it. I don't know where we are going എന്നുള്ളത്, but we are going. അല്ലെ, ആരും പോയവരൊന്നും ഈ തിരിച്ചു സ്വർഗം നരകം കോൺസെപ്റ്റ് ഒക്കെ ശരിയായിരിക്കും? സ്വർഗം നരകം ഫോർ മീ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ ഇവിടെ ചെയ്യണത്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു വരും. അത് തന്നെയാണ് നമ്മളുടെ സ്വർഗവും നമ്മളുടെ നരകവും ഫോർ മീ. നമ്മൾ മോശം ചെയ്ത ആ നരകീകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ സഫർ ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. പിന്നെ ഐ ഓൾവേസ് ബിലീവ് ഇറ്റ് ലൈനോ, നമ്മൾ ഈഗോ ആണ് ഈ ഇവിൾ ഇൻ യു എന്ന് പറയുന്നത്. ഈവിൾ നമ്മളെ കോൺഷ്യസ്നെസ്, നമ്മളെ ബോധ്യമാണ് ഗോഡ്. ദാറ്റ്സ് ഓൾ. സോ ഇവിടെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈഗോ കൊണ്ട് നമ്മൾ കൂട്ടി വെക്കുന്ന കുറെ കർമ്മങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മൾ ഈ ലോകത്തിൽ തന്നെ ഹെല്ലായിട്ടും നരകിക്കണതും. നമ്മൾ കോൺഷ്യസ്നെസ്സിലൂടെ നമ്മൾ ബോധ്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഗോഡ് ആയിട്ട്. ദാറ്റ് ഇസ് ദ ഹെൽ ഇൻ അസ്. സോറി, ദാറ്റ് ഇസ് ദ ഹെവൻ ഇൻ അസ്.